യെസ്, എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളുടെ അടുത്ത് പറയാനുള്ള നടികർ വിശേഷം എന്തൊക്കെയാണ്? നടികർ വിശേഷം ഇവരെല്ലാവരാണ്. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർബ്ലി ഹാപ്പി ആൻഡ് having to share a movie with Mama. It's like amazing for me. So thank you to Alan and Anup and everyone and Jean. Thank you so much for this. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ? അപ്പോൾ അതാണ് സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ഇത് പറഞ്ഞപ്പോ ടോവിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ ഫെൽ ഷി വാസ് ബ്ലഷിംഗ്. അല്ലേ? സോ ആൻഡ് ഹൗസ് ദിസ് എക്സ്പീരിയൻസ് ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്നല്ലോ, ന്യൂ മോളിൽ വന്ന് നിന്ന് ഹിയർ ഫോർ യുവർ മൂവി, ഫോർ യുവർ അപ്കമിംഗ് മൂവീസ്. എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം. ഐ എം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വേറെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. വെരി ഹാപ്പി. Yes, so thanks a lot for joining us. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം for Divya Pillai. Very happy that you joined us this day. I'll get you back. ഒരുപാട് സന്തോഷം. അതിൽ എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേട്ടൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ന്യൂസ് അടിക്കാൻ നീ അടിക്കണല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുവേട്ടൻ എന്ന് പറഞ്ഞ എവിടെ അനുവേട്ടനെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. എല്ലാവരും ലാലങ്കിലേക്ക് ഒരു മൂവിയുടെ പാട്ടാകാൻ പറ്റിയതിൽ അതായത് നടികറിന്റെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ പടമാണ്, നീ ഇപ്പം എന്തായാലും പോയി ചെയ്യണം, കാതേ വാഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പെടണം. അത് ലാലങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമല്ല കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ, അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഇല്ലേ? അതെ, ഉണ്ടല്ലേ? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3 പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു.